ഈ പയ്യനാണെങ്കിൽ ഇങ്ങനെ ലൈബ്രറിയിൽ ഇരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ഒരാൾ കടന്നു വരുന്നുണ്ട്. അയാളുടെ ദേഹത്ത് മൊത്തവും ഇഞ്ചുറിഡ് ആണ്. അവൻ്റെ നെറ്റിയിലും കയ്യിലും ഒക്കെ മുറിവുകൾ പറ്റിയിട്ടുണ്ട്. പെട്ടെന്ന് ഇവനെ കാണുമ്പോൾ ഇവർ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവിടെ നല്ലൊരു റൊമാൻറ്റിക് സിറ്റുവേഷനൊക്കെ ക്രിയേറ്റ് ആവുന്നുണ്ട്. അവരിങ്ങനെ ഷോക്കായിട്ട് പരസ്പരം ആരാണെന്ന് മനസ്സിലാവാതെ നോക്കി നിൽക്കുന്നത്. അതുപോലെ രണ്ടുപേരും ഫസ്റ്റ് ടൈമായിട്ടാണ് കാണുന്നത്. ഈ ഇഞ്ചേർഡായിട്ട് നിൽക്കുന്ന ആൾ ഒരു സ്പെഷ്യൽ പവറുള്ള ആളാണ്. ടൈം ട്രാവൽ ചെയ്തിട്ട് വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ അയാൾക്ക് ഇത് കാണുമ്പോൾ ഇതെല്ലാം പുതുതായിട്ടാണ് തോന്നുന്നത്. അയാളിങ്ങനെ അത്ഭുതത്തോടു കൂടി തന്നെ ആ പയ്യനെ നോക്കി നിൽക്കുകയാണ്. ഇവൻ ഇങ്ങനെ നോക്കി നിന്നിട്ട് നീ ഓക്കെ ആണോ, നിനക്ക് ദേഹത്തൊക്കെ എന്ത് പറ്റിയെന്ന് ആ പയ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. പിന്നെ എൻ്റെ ദേഹത്തൊക്കെ മുറിവുണ്ടല്ലോ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ അവൻ പോവാതെ നിൽക്കുകയാണ്. കാരണം ഇവന് സൂപ്പർ പവറൊക്കെ ഉണ്ട്. ഇവനൊരു പൂച്ചയുടെ സൂപ്പർ പവറൊക്കെ ഉള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇവന് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല. ഇവൻ നോർമലായിട്ടുള്ള ഹ്യൂമൻ ബീങ് അല്ലാത്തത് കൊണ്ട് തന്നെ പയ്യനെ അതൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് തന്നെ അവനെ ഹോസ്പിറ്റലിൽ പോകാനൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ അവൻ അതറിയാമെന്നുള്ളത് കൊണ്ട് അവൻ പോവാതെ പിടിച്ചു നിൽക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവൻ സഡനായിട്ട് ഫെയിൻ്റായിട്ട് വീഴാണ്. അങ്ങനെ ഇവൻ ഒരു കാര്യം ചെയ്യുന്നത്, ഇവൻ്റെ കാറിൽ അവൻ്റെ വീട്ടിലേക്ക് കൂട്ടിയിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കാറിൽ കയറി കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവന് ബോധം തിരിച്ചു വരുന്നുണ്ട്. അപ്പം നോക്കുമ്പോൾ ഈ കാറിൽ കാണുമ്പോൾ അവന് പേടി തോന്നുകയാണ്. കാരണം ഇതൊക്കെ അവനൊരു പുതിയ അനുഭവങ്ങളാണല്ലോ. അതുകൊണ്ട് തന്നെ അവന് പെട്ടെന്ന് പേടി തോന്നുകയാണ്. എന്നിട്ട് ആ സീറ്റ് ബെൽറ്റ് കടിച്ച് പൊട്ടിക്കാനൊക്കെ അവൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേ ഇവൻ ഇങ്ങനെ പറയുന്നുണ്ട് ആ സീറ്റ് ബെൽറ്റ് കടിച്ച് പൊട്ടിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ ആ സീറ്റ് ബെൽറ്റിൽ ഇങ്ങനെ ഇറുക്കി പിടിച്ചവ അവിടെ ഇരിക്കുകയാണ്. ഹിസ്റ്റോറിക്കൽ ടൈം പീരീഡിൽ നിന്ന് വന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇതൊക്കെ അവനൊരു പുതിയ അനുഭവമാണ്. താങ്ക് യു.